അച്ഛന് BP ഷുഗറുണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയെല്ലാം കുടിച്ചു. കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത്. ഇവിടെ ഗോപൻ സ്വാമി സമാധിയായ വാർത്തയായിരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പുള്ളി മരിച്ചതെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും പുള്ളിക്കാരൻ മരിക്കുന്നതിന് 3 ദിവസത്തിന് മുന്നേ തന്നെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ സമാധിയാവുമെന്നും. അത് മാത്രമല്ല ഓൾറെഡി പുള്ളിക്കാരൻ കല്ലറയൊക്കെ കെട്ടി വെച്ചിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും മരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ പ്രഷറിന്റെ ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് പുള്ളി പോയി കല്ലറ ചെന്നിരുന്ന് ഞാൻ സമാധിയാവുമെന്നും പറഞ്ഞിട്ട് മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഇളയ മകൻ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഇളയ മകൻ എന്ന് പറയുമ്പോൾ ഈ പൂജയും കർമ്മം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഇട്ടൊക്കെ നടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ ഭക്തിയൊക്കെ ഉണ്ടല്ലോ തലയ്ക്ക് കയറി പിടിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നരബലി അടക്കമുള്ള വിഷയങ്ങളുണ്ട് ഈ ഭക്തികൾ തലയ്ക്ക് കയറി കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരൻ ഇരിക്കുന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ മരിക്കുമ്പോഴത്തേക്ക് അതേപോലെ തന്നെ, അതായത് ചെമ്മണം കാല് കൂട്ടിയിട്ട് അതേപോലെ തന്നെ പുള്ളിക്കാരനെ അവിടെ ഇരുത്തി കല്ലറ കെട്ടി അടയ്ക്കുന്നു. ഇതായിരുന്നു ആ ഒരു സംഭവം. എന്തായാലും ആ ഒരു സമയത്ത് വേറെ ആരും ഇത് കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഈ പറയുന്ന നാട്ടുകാരും ആരും ഇല്ലായിരുന്നു. ഈ മക്കളായിട്ടുള്ള രണ്ട് പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ സത്യം അറിയാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്തു. പോലീസിൽ കംപ്ലൈന്റ് ആയി. ഈ പറയുന്ന ഗോപൻ സ്വാമി മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഒരു നോട്ടീസൊക്കെ അടിച്ചിറക്കി ഇവരുടെ ആ അമ്പലത്തിലൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചായിരുന്നെന്ന് പറയുന്നു. അപ്പൊ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നിയിട്ടാണ് ഇവരുടെ പേരിൽ ഇതിനൊക്കെ കംപ്ലൈന്റ് കൊടുത്തത്, മാൻ മിസ്സിങ്ങിന് പോലെ. അപ്പം പോലീസുകാർ വന്ന് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നു. എന്തായാലും നിലവിൽ കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട് ഈ കല്ലറ പൊളിക്കണമെന്ന്. കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം എടുത്ത് നോക്കിയാലേ ഇതിന്റെ സത്യം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു രീതി. പക്ഷെ ഇവരൊക്കെ ഈ ഭക്തി തലയ്ക്ക് കയറി പിടിച്ചിട്ട് കല്ലറ ഇപ്പം തുറക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അതായത് കല്ലറ പൊളിച്ചിട്ട് ആ ഒരു ബോഡി എടുക്കുന്നത് അത് ഭയങ്കര തെറ്റാന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും അത് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ മുകളിലോട്ടായിരിക്കും നാട്ടുകാരെല്ലാവരും ചൂണ്ടുന്നത്. അതായത് നിങ്ങൾ തന്നെ അവരെ ആ പുള്ളിക്കാരനെ തല്ലിക്കൊന്ന് ഇതുപോലെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ. എന്തായാലും നമുക്ക് 2 ദിവസത്തിന് മുന്നേ വന്ന ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ പറയുന്ന സംഭവം ഒന്ന് കേട്ടു നോക്കാം. ക്ഷേത്രത്തിന്റെ ആചാര്യഗുരുവാണ് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി. ഈ ക്ഷേത്രത്തിന്റെ പോറ്റിയും കൂടെയാണ്. ഞാനും ക്ഷേത്ര പൂജാരിയാണ്. അപ്പം അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ സമാധി ഇരിക്കണം. പക്ഷെ ആരും ഈ സമാധി ചടങ്ങ് കാണാൻ പാടില്ല എന്നുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ ഈ ആരെ അറിയിച്ചില്ല. അപ്പം പിന്നെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നമ്മളവിടെ നോട്ടീസ് ഒഴിക്കുകയും ചെയ്തു. അച്ഛൻ സമാധിയായ വിവരം പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. സമാധി എങ്ങനെയായിരുന്നു? അവിടെ തപസ്സിരിക്കുമായിരുന്നു. അവിടെ ക്ഷേത്രത്തില് പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്ന് അച്ഛന് ഈ BP ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഗുളികയും മരുന്നും കഴിച്ച് കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അച്ഛൻ നേരത്തെ 3 ദിവസം മുമ്പ് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആകുമെന്ന്. സമയമായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സമാധിയാവാൻ സമയമായി എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് നേരെ ഇവിടെ നേരത്തെ അച്ഛൻ സമാധിക്ക് വേണ്ടിയിട്ട് നേരത്തെ അച്ഛൻ പിന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥലം എല്ലാം നിശ്ചയിച്ച് നേരത്തെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ എനിക്ക് കെട്ടാണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഈ ഇളയ മകൻ പറയുന്ന കാര്യം. അതായത് അച്ഛൻ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ മരുന്നൊക്കെ കഴിച്ച് ഓൾറെഡി ഇത് കണക്ക് സമാധിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് അറിയട്ടെ, ഈ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്? മരിക്കാൻ പോകുന്ന ഒരാൾക്ക് മുന്നേ അത് അറിയാമെങ്കിൽ എന്തിനാണ് ഈ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ മരുന്ന് കഴിച്ചിട്ട് അതേപോലെ അവിടെ ചെന്നിരിക്കുന്നത്? എനിക്ക് എന്തോ ഇത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അതായത് ഈ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തലയ്ക്ക് പിടിച്ചാണല്ലോ. അതായത് വിശ്വാസമാവാം, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ അത് ഒരിക്കലും ഓവർ ആവരുത്. അത് അതിര് കടന്നു കഴിഞ്ഞാലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ ഒട്ടും കൺവിൻസിങ് അല്ല. ഇവരിപ്പോഴും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ജീവിക്കുന്ന മേ ബി ആൾക്കാരായിരിക്കാം. മേ ബി പുള്ളി പറയുന്നത് സത്യമായിരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ അവരത് പ്രൂവ് ചെയ്യട്ടെ. പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എന്തായാലും അച്ഛൻ മരിച്ച് 2 ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണ് ഇവർ നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ ശരിക്കും ചെയ്യുന്നത്? ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും വരണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു രീതി അനുസരിച്ച്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു ഡോക്ടർ വന്ന് സർട്ടിഫൈ ചെയ്യണ്ടേ ആ പുള്ളിക്കാരൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതല്ലേ അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇത് അതുപോലും ചെയ്യാതെ ആ പുള്ളി അതേപോലെ ഇരുത്തി അടക്കം ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ പറ്റും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്? അപ്പം ഞാൻ സമാധിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അച്ഛൻ വന്ന് സമാധി അവിടെ വന്നിരുന്നു. അച്ഛൻ സമാധിയായി. അച്ഛൻ ഈ തൻ്റെ പത്മാസനത്തിലിരുന്ന് അച്ഛൻ മൈലാടി കല്ല് കൊണ്ടുവന്ന് ഒരു പീഠക്കല്ലൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തിരുന്ന് പത്മാസനത്തിലിരുന്ന് കൊണ്ട് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതം, വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ നിർത്തി പ്രാണായാമം ചെയ്ത് തൻ്റെ സഹസ്രതല പത്മത്തിലെത്തി തൻ്റെ പ്രാണൻ അവിടെ അടക്കുകയാണ് ചെയ്യുന്നത്. സമാധിയാവുമ്പോൾ ചെയ്ത് അച്ഛൻ സമാധിയായി, ജീവൽ സമാധിയായതിനു ശേഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയം ഞാൻ മാത്രമാണ്. എൻ്റെ അടുത്താണ് ഞാൻ പൂജാരി. എത്ര മണിക്ക് പൂജാരിയുണ്ട്. അച്ഛൻ അതായത് കറക്റ്റ് 11:30 രാവിലെ രാത്രിയോ? 10:00 വന്നിരുന്ന അച്ഛൻ 11:30 ആയപ്പോൾ സമാധിയുടെ ആ ലക്ഷണങ്ങൾ. രാവിലെ രാത്രിയോ? രാവിലെ ഇന്നലെ അതായത് ബുധനാഴ്ച, വ്യാഴാഴ്ച രാവിലെ.
എല്ലാം ചേർന്ന് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തീർന്നപ്പോഴത്തേക്കും ബ്രാഹ്മമുഹൂർത്തം ആയി തിരിച്ച് കാലത്ത് നടക്കുന്ന സംഭവം ഇപ്പോൾ ഈ സമാധി ചടങ്ങുകൾ ഒരുപാടുണ്ട്. അതായത് ഭസ്മം, ചന്ദനം, കുങ്കുമം, ഈ എല്ലാം പനിനീരടക്കം എല്ലാ ഐറ്റം പൂജാദ്രവ്യങ്ങളെല്ലാം ഇട്ട് കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിബന്ധനം ചെയ്ത് അച്ഛൻ്റെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്തത്. പക്ഷേ ഈ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ജീവൻ പോയിട്ടുണ്ടായിരുന്നു. ജീവൻ എന്ന് പറഞ്ഞ സമാധിയുടെ ലക്ഷണങ്ങളെ ഈ അമൃതകലയിലെത്തി സഹസ്രദള പത്മമാകുന്ന ശിവൻ കുടികൊള്ളുന്ന ഈ പദപ്പിൽ അച്ഛൻ അവിടെ ആ പ്രാണൻ അവിടെ അടച്ചാണ് അച്ഛൻ സമാധി. ബ്രഹ്മത്തെ നോക്കിയാണ് അച്ഛൻ ഇത് നിങ്ങൾ കെട്ടി അടച്ചു. എന്നിട്ട് നമ്മളതിനെ ആരൊക്കെ കൂടി? ഞാനും എൻ്റെ ചേട്ടനും കൂടെ. ചേട്ടനാണ് വന്നിട്ട് പിന്നീട് പൂജാ സാധനങ്ങൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം കൂടെ വാങ്ങിച്ച്. വീട്ടിൽ നിങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ? ഞാൻ ഉണ്ട്, എൻ്റെ വൈഫുണ്ട്, ഭാര്യ. അവരൊന്നും കണ്ടില്ലായിരുന്നു? അവരൊക്കെ കണ്ടായിരുന്നു. അവർ വന്ന് തൊഴുതിട്ട് പോകാനേ പറ്റും. അവർക്ക് തൊടാനൊന്നും പാടില്ലല്ലോ. എനിക്ക് എൻ്റെ അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കോ ഈ പുള്ളിയുടെ വൈഫിനോ ഒന്നും തൊടാനൊന്നും പറ്റത്തില്ല. അത് തൊടാനൊന്നും ഞങ്ങൾക്ക് മാത്രമേ തൊടാനുള്ള അവകാശങ്ങളുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് ഈ പുള്ളി സംസാരിക്കുന്നത്? പിന്നെ സഹസ്രനാമം എനിക്കതൊന്നും അറിയത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. പുള്ളി ഈ പറയുന്ന ഭക്തിയുടെയൊക്കെ അങ്ങ് പീക്കിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അത് അങ്ങേറതായിട്ടുള്ള എന്തോ ലാംഗ്വേജാണ്. നിങ്ങൾ അറിയാവുന്നവർ എന്നത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത് പോലീസുകാർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അന്വേഷിക്കണം കേട്ടോ. കാര്യം ഇങ്ങനെ ഈ പറയുന്നതിനകത്തോട്ടൊന്നും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. കാര്യം പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ മരിക്കുന്ന ദിവസങ്ങൾ ഓരോരുത്തരും മുന്നേ പറഞ്ഞ് അങ്ങനെയൊക്കെ മരിക്കുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഈ പുള്ളിയുടെ ചേട്ടൻ എന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടു നോക്കാം. മാത്രമാണ് ഞാൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ അടുത്ത് അനി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ശരി, ഞാൻ ഉടനെ തന്നെ സൂപ്പർവൈസർ എടുത്ത് മാനേജർ എടുത്തൊക്കെ ഞാൻ ഇതുപോലെയാണ് അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ അവിടെ അടുത്ത് ചോദിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അച്ഛൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താടാ എന്ന് പറഞ്ഞു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞാൻ ചോദിച്ചു എന്താ രാജസ്ഥാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു. ഞാൻ അച്ഛാന്ന് വിളിച്ച് അച്ഛ അപ്പോൾ കൈ ഇങ്ങനെയാണ് കൈ വെച്ചിരുന്നത്, ചമ്മണം കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അച്ഛാന്ന് വിളിച്ചിങ്ങനെ കയ്യിലിങ്ങനെ വലിച്ചിങ്ങനെ അനക്കാൻ സമയത്ത് ഹൈ നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്വാസം ഇല്ല, നെഞ്ച് വയറും പതപ്പും ഇല്ല, ഇങ്ങനെ തന്നെയാണ്. അച്ഛാന്ന് വിളിച്ചിട്ട് എത്രയായിട്ടും കണ്ണുറക്കുന്നില്ല. ഇത് ഒരനക്കവും ഇല്ലാത്ത ഒരവസ്ഥ തന്നെ. അപ്പോൾ എന്തായാലും ഇയാൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല. ഒരു ഡോക്ടേഴ്സിനെ നിങ്ങൾ പോയി വിളിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ അച്ഛൻ മരിച്ചു നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ നിയമങ്ങളും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരാൾ അങ്ങനെ മരിച്ചെന്നും പറഞ്ഞിട്ട് നമ്മൾ ആരെയും കാണിക്കാതെ ഒന്നും നമുക്ക് അങ്ങനെ അടക്കം ചെയ്യാനായിട്ട് പറ്റത്തില്ല. വളരെ വിഡിത്തമാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, പ്രായം ചെന്നൊരു മനുഷ്യനാന്ന് പറയുന്നത്. ആ പുള്ളിക്കാരന് നേരെ എണീച്ച് നടക്കാൻ പോലും പറ്റത്തില്ലെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വന്ന് ഈ കയറി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എനിക്കറിയാൻ വയ്യ അതിനെ പറ്റിയിട്ട്. അവരുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവരുടെ നാട്ടിലുള്ള വ്യക്തികൾ ഇവരെ പറ്റിയിട്ട് എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കാം. അഗസ്ത്യാർമുനി ആദ്യം, പിന്നീട് കോവിൽ വന്നു. നല്ല ഭക്തിയുള്ള കോവിലാണ്, നമ്മൾ വിശ്വാസമുള്ള കോവിലാണ്. പിന്നെ പിള്ളേർ രണ്ട് ശരിയല്ല, ആണ് കുഴപ്പം. എന്തായിരുന്നു അവരുടെ പ്രശ്നം? പ്രശ്നം ഈ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലിൽ തന്നെ മക്കൾ കാണുന്ന ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു താഴോട്ടിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നമ്മളെ വീട് കണ്ടല്ലോ. അപ്പം അതിനെയൊക്കെ ഇയാൾ ഈ വാഴ വെച്ചങ്ങ് അടച്ച്. ആദ്യം എല്ലാവരെയും സോപ്പിട്ട് ഈ കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാ, വേറെ വസ്തുവിൻ്റെതാ. ഈ മരിച്ചുപോയ ഗോപൻ സ്വാമിയും ഈ ഇളയ മകനും ഒക്കെ ഈ പറയുന്ന അമ്പലത്തിലാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഇളയ മകൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമി തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അമ്പലമാണെന്നാണ് പറയുന്നത്. അപ്പം ഈ നാട്ടുകാർ പറയണത് പുള്ളിക്കാരൻ യൂണിയൻ്റെ പൈസ എടുത്തിട്ടൊക്കെയാണ് അമ്പലം എടുത്തതെന്നൊക്കെ. പക്ഷേ അതിനുശേഷം പിന്നെ ഈ മക്കളുടെ സ്വഭാവം അത്ര ശരിയുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇവന്മാർ ഈ അനിയനും ചേട്ടനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തെറികളും ബഹളമൊക്കെയാണ്. പിന്നെ ഈ ചുരിദാറിട്ടൊക്കെ ആരെങ്കിലും അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അതായത് ഈ ഭക്തിയുടെയൊക്കെ ഏറ്റവും വലിയ പീക്ക് ലെവലിൽ നിൽക്കുമല്ലോ, അതേ രീതിയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവരുടെയൊക്കെ. പിന്നെ ഇളയ പയ്യനും കണ്ട് ഏകദേശം 3 കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നു. എന്തായാലും മൊത്തത്തിലൊരു കോമഡി തന്നെ. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രം വരുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും വസ്തുവൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പോൾ റോഡ് വന്ന് വാഹനമൊക്കെ അവർക്ക് ആയപ്പം പിന്നെ ബാക്കിയുള്ളവരൊന്നും വേണ്ട. പിന്നെ പിള്ളേരെ കൊച്ചുങ്ങൾ കൂടെ ചുരിദാറിട്ടോണ്ട് കോവിൽ വരാൻ പാടില്ല. എൻ്റെ മക്കൾ ഇവിടെയൊക്കെ വരുമായിരുന്നു കോവിലിൽ തൊഴാൻ. അപ്പോൾ ഈ അഗസ്ത്യാർമുനിയല്ലേ ആദ്യമേ ഉള്ളൂ. ആ സ്വാമിക്കുള്ള ഹാരം തന്നെ എൻ്റെ മക്കൾക്ക് ഈ കൊച്ചു പിള്ളേർക്ക് പിറ്റേന്നെടുത്ത് ഇളക്കി കൊടുക്കും. തലയിൽ വെച്ചുകൊണ്ടാണ് ഇതുങ്ങൾ സ്കൂളിലൊക്കെ പോണത്. അപ്പം നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള കോവിലാണ്. പക്ഷേ ഈ പിള്ളേരൊന്നും ശരിയല്ല, രണ്ടുപേരും ശരിയല്ല. അത് ഒരുത്തൻ 3 പെണ്ണാറ്റം കിട്ടി.
ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയണം, ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് പോയി. ഇവരുമായിട്ടാ ചെറുക്കൻ. ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. സഹോദരങ്ങൾ രണ്ടുപേരും മൂത്തവൻ ഇവിടെ അല്ല താമസം. ഇത് മരിച്ചപ്പോഴാണ് അറിഞ്ഞിട്ട് വന്നത്. ഇളയവൻ അറിയിച്ചിട്ട്. ഇളയവനാണ് താമസം. ഇളയവനും ഭാര്യയും അമ്മയും അച്ഛനും ഇവരും അത്രയും പേരും. ഇതാണ് നാട്ടുകാർക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അന്വേഷിച്ചിട്ട് ഇതിന്റെ സത്യങ്ങൾ ഉടനെ തന്നെ കണ്ടെത്തി തന്നെ വേണം. കാര്യം കല്ലറ പൊളിക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന ഭാഷ കാണിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇത് സ്വാഭാവികമായിട്ടും ഇത് അറിയണം. കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാരുടെ മുന്നിൽ ഇവർ കുറ്റക്കാരായിട്ട് തന്നെ നടക്കും. അതായത് ഇവർ തല്ലിക്കൊല്ല എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് വസ്തു തർക്കത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്തതെന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും ജീവൻ ഉള്ളിടത്തോളം കാലം ഇയാളെ ഈ കല്ലറ പൊളിക്കാനായിട്ട് സമ്മതിക്കത്തില്ലെന്നൊക്കെയാണ് ഇയാളെ മകൻ സംസാരിക്കുന്നത്. അതുകൂടെ നമുക്കൊന്ന് കാണാം. വരുമ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും? ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? അത് എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജാതിയുടെ പേരും പറഞ്ഞിട്ട് ഒരു മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നൊന്നുമില്ല ഈ ഒരു വിഷയത്തിൽ. പക്ഷേ ഇവിടെ നിങ്ങളാണ് അനാവശ്യമായിട്ട് ജാതിയുടെ പേരുകൾ വലിച്ചിടുന്നത്. അതായത് ആ കല്ലറയുടെ മുന്നിൽ കുറച്ച് മുന്നേ ഇവരെല്ലാവരും കൂടെ കടന്ന് കാണിച്ചു കൂട്ടിയ കുറച്ച് സംഭവമുണ്ട്. അതിനകത്ത് ആ മൂത്ത ചേട്ടനാന്ന് തോന്നുന്നു പുള്ളി പറയുന്നുണ്ട് മുസ്ലിംസിനെ വളരെ മോശമായിട്ട്, മുസ്ലിംസ് ആണ് ഇതിന്റെ മെയിൻ കാരണം, മുസ്ലിംസുകാരനാണ് ഇതെല്ലാം കുത്തിപ്പൊക്കുന്നതെന്നൊക്കെ. അതൊക്കെ ഭയങ്കര മോശമാണ്. അതായത് നിങ്ങളാണ് ജാതിയുടെ കാര്യം ഇവിടെ വലിച്ചിടുന്നത്. ഓക്കെ, ഈ മനുഷ്യൻ മരിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയണ്ടേ. അത് അറിയാത്തടത്തോളം കാലം നിങ്ങളായിരിക്കും കുറ്റക്കാരെന്ന രീതി കാണുന്നത്. നിങ്ങളായിരിക്കും ഈ ഒരു വിഷയങ്ങളെല്ലാം പിന്നെ ഫേസ് ചെയ്യേണ്ട വരേണ്ടത്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനും പേടിക്കണം? കല്ലറ തുറന്ന് അതിനകത്തുള്ള സത്യം കണ്ടെത്തണം. അതാണ് ചെയ്യേണ്ടത്. അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറുമ്പോൾ, ഹിന്ദു ധർമ്മം ഇല്ലേ ഇവിടെ? ഹിന്ദു ധർമ്മത്തെ വലിച്ചു കീറുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു സമാധി ആയിരിക്കുന്ന ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മരിച്ചെന്ന് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ പറയരുത്. മരിച്ചിട്ടില്ല, സമാധി. ഓക്കെ അങ്ങനെ സംസാരിക്കണം. സമാധിയായ ഒരാൾ അയാൾ സമാധിയായെന്ന് തീരുമാനിക്കേണ്ട, ജീവൻ പോയി എന്ന് തീരുമാനിക്കേണ്ട ഡോക്ടറല്ലേ? ഒരിക്കലും ഡോക്ടർക്കൊന്നും അത് തൊടാൻ പാടില്ല. അതൊന്നും ആ ഡോക്ടർ വന്ന് ഒരിക്കലും അത് ആ സമാധിയിൽ തൊട്ട് ആ കളങ്കപ്പെടുത്താൻ പാടില്ല. സമാധിയുടെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഈ അറ പൊളിക്കാനുള്ള അനുമതി കളക്ടർ കൊടുക്കുകയും, അതായത് പിന്നെ അത് ഒരു കാരണവശാലും എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടിരുന്നാലും അത് സമ്മതിക്കത്തില്ല. ഇയാൾക്ക് ശരിക്കും എന്തോ മാനസികമായിട്ടുള്ള കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് പോലും വന്ന് തൊടാനായിട്ട് പറ്റത്തില്ല എന്ന്. ഈ എന്ത് വിവരക്കേടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്? യവന്മാർക്കാണ് ശരിക്കും എന്തോ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും രീതിയിൽ പെരുമാറത്തില്ല. എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടെന്ന്, അതായത് ഞാൻ ആത്മാഹുതി ചെയ്തിരുന്നാലും ശരിയാണ്, ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പ്രാണനെ ഞാൻ ആത്മാഹുതി ചെയ്യും. ഞാൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ ആ സമാധിയുടെ ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരിക്കലും പൊളിക്കാൻ സമയത്തില്ല. ഞാൻ എൻ്റെ പ്രാണനെ ആ സമയത്ത് ആത്മപൂജയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല. എനിക്ക് സ്വന്തമായി പൊളിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് മരിക്കുമെന്നായിരിക്കും പുള്ളി മേ ബി ഉദ്ദേശിച്ചത്. ഇത് എന്ത് ചെയ്ത് തന്നു കഴിഞ്ഞാലും ഇത് ഓർഡറാണ്, ഇത് നമ്മുടെ നിയമമാണ്. അതനുസരിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ കിടന്ന് ചുമ്മാ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. മേ ബി നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം. പക്ഷെ ഇത് ജനങ്ങൾക്കൂടെ ഇതൊരു വിശ്വാസം വരണം. പ്രത്യേകിച്ച് ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ളൊരു വാർത്ത. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇത്രയും വിവരം കിട്ട ആൾക്കാർ നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. ഇക്കാര്യം പല വിഷയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നരബലിയെ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരിടത്ത് നടന്നത് എന്തൊക്കെയാണെന്ന്. അത് ഈ വിശ്വാസം തലയ്ക്ക് പിടിച്ച് നടന്നിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാവുകയാണ്. അപ്പം ഞാൻ ഒരു ജാതി മാത്രമല്ല പറയുന്നത്, പല ജാതികളിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ എല്ലായിടത്തും പറയുകയാണ് വിശ്വാസമാവാം അത്യാവശ്യത്തിന്, പക്ഷേ ഓവർ ആവാനായിട്ട് നിൽക്കരുത്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.